വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഫൈനൽ ഇയർ MBBS ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങുന്നതിൻ്റെ ഒക്കെ തിരക്കില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ അടുത്തായിട്ട് നമുക്ക് ചെന്നിട്ട് അവരെന്തുമാത്രം എക്സൈറ്റഡ് ആണെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം. എന്തുമാത്രം എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ഡേയില്? എക്സൈറ്റഡ് ആണ്. ഹോളി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കളറൊക്കെ പോകാണ്ടിരിക്കുന്നതുകൊണ്ട് ഇതെങ്ങനെ സാറുമാര് കാണാണ്ട് ഇന്ന് നടക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ തന്നെ ഒരു പണി കിട്ടിയേക്കുവാണെങ്കിൽ ഗൈസ് ആൻക്രിസിന്. ഓക്കെ, നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്ക്. ഇവിടെ ഭയങ്കര മേക്കപ്പ് ഒക്കെ നടക്കുകയാണ് ഗൈസ്. നമുക്ക് ചോദിക്കാം. പാറു, ആർ യു എക്സൈറ്റഡ്? ഞങ്ങൾക്ക് എനിക്കും പാറുവിനും OBG പോസ്റ്റിംഗ് ആണ് ഗൈസ്. അത് ലേബർ റൂം അല്ലേ? അതെ, ഡേയും ആണ്. ആൻക്രിസിന് മെഡിസിൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റു മുറികളിലേക്ക് പോയി ചോദിക്കാം. ഗൈസ്, സ്നേഹ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭയങ്കര പഞ്ച്വാലിറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. അതാ എത്രമാത്രം എക്സൈറ്റഡ് ആണ്? ഫസ്റ്റ് ഇയർ അല്ലേ, ഫസ്റ്റ് ഇയർ പോലെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഫൈനൽ ഇയറിൽ ആദ്യം ശല്യം എന്താണ് സംഭവം എന്നൊക്കെ അറിയണം. ഓക്കെ, അപ്പൊ അടുത്ത ആളുടെ പോവാം. ആൻസി എക്സൈറ്റഡ് ആണോ? എന്താ? അതെ അതെ, ഇപ്പൊ നിലവിൽ ഞാൻ കാണുന്നത് ഓവർ എക്സൈറ്റഡ് ആയ ഒരു നവ്യ മാത്രമാണ്. അതിൽ എന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ തിരിച്ചു കാണിക്കും. ഇനി നവ്യ എന്നെ കാണിച്ചു തുടക്കത്തിൽ നവ്യ എന്തോ ഫൈനൽ ഇയറിലോട്ട് ലുക്കൊക്കെ മാറ്റി ഒരാളായിട്ടാണ് നവ്യ പുതിയ. സ്നേഹ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിന്റെ തൊട്ട് തന്നെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പൊ ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാനായിട്ട് മെസ് ഹോളിലേക്ക് പോവുകയാണ്. ബാഗൊക്കെ എടുത്ത് റെഡിയായി. അങ്ങനെ മെസ്സിൽ നിന്ന് ഫുഡൊക്കെ എടുത്തു. ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ബാച്ചിലെ കുട്ടികൾ തന്നെയാണ്. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി ബസ്സിന് പോകാനാണ്. ഹോസ്പിറ്റലിൽ വരെ ഞങ്ങൾക്ക് പോകണം. ഇന്ന് രാവിലെ അപ്പവും ഗ്രീൻ പീസ് കറിയും ആയിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കുറേ നാളായി. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് കുറേ നാളായി. അപ്പം അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കാര്യങ്ങളിലും ഒക്കെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് സ്നേഹം ഓർമ്മിപ്പിച്ചത് നേരത്തെ ചെല്ലാൻ. പക്ഷേ എന്ത് ചെയ്യാനാ, പതിവ് പോലെ ഞങ്ങൾ താമസിച്ചു. ഞങ്ങൾക്ക് രാവിലത്തെ ബസ്സിന് സമയത്ത് കിട്ടിയില്ല. അപ്പോൾ ഇനി അവസാനത്തെ ബസ് കാത്തിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഞങ്ങളെ സ്ഥിരം ആൾക്കാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ആ പഞ്ചാരവട്ടത്തിൻ്റെ അവിടെയാണ് നമ്മുടെ ബസ് വന്ന് നിർത്തുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. യെസ്, അങ്ങനെ ഞങ്ങൾക്ക് അവസാനം ബസ് കിട്ടി. ലാസ്റ്റ് ബസ്സാണ്. സമയത്ത് അങ്ങ് എത്തുമെന്ന് പോലും ഉറപ്പില്ല. ഞങ്ങളുടെ ബാച്ചും പിന്നെ ഞങ്ങളുടെ ജൂനിയർ ബാച്ചിലെ കുട്ടികളും ഉണ്ടായിരുന്നു. തിരക്ക് കൂടുന്നതിന് മുന്നേ തന്നെ ഞാനും ആൻക്രിസും ഒരു സീറ്റ് ഒപ്പിച്ചു. ഇതേ ഇങ്ങനെ കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. യൂഷ്വലി ഇവിടെ വണ്ടി ഇല്ലാത്തവർക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് സമയത്ത് ബസ് കിട്ടിയില്ലെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ എല്ലാവരും ഈ രാവിലത്തെ ബസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഓടുന്നത് മൊത്തം. നമ്മുടെ ക്യാമ്പസ് ടൂറിനകത്ത് തന്നെ പറഞ്ഞായിരുന്നു, ഞങ്ങളുടെ കോളേജും ഹോസ്പിറ്റലും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു തരത്തിൽ നമുക്ക് ശാന്തമായൊരു ക്യാമ്പസ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനും ഞങ്ങൾ സമയത്തിന് ബസ് പിടിച്ചേ പറ്റത്തുള്ളൂ. യെസ്, അങ്ങനെ ഞങ്ങൾ അവസാനം ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. ഇനിയിപ്പോൾ എല്ലാവരും അവനവൻ്റെ ബാച്ചൊക്കെ അനുസരിച്ച് 3, 4 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. എനിക്ക് ഗൈനക് ആൻഡ് OBG പോസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും നേരെ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. യൂഷ്വലി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വെച്ച് ആദ്യമേ ക്ലാസ് റൂമിലോട്ട് തന്നെ പോയി. ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല. 8 മണിക്ക് തുടങ്ങിയ ക്ലാസ് ഒരു 9, 9:15 ആയപ്പോഴത്തേക്ക് അവസാനിച്ചു. അങ്ങനെ എല്ലാവരും ഫസ്റ്റ് അവർ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി വാർഡുള്ളവർ വാർഡിലേക്ക് പോകുന്നു, ലേബർ റൂം ഉള്ളവർ ലേബർ റൂമിലേക്ക് പോകുന്നു. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് തുടക്കം തന്നെ ലേബർ റൂം പോസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു 13 ദിവസം ഡേ ഷിഫ്റ്റ്, 13 ദിവസം നൈറ്റ്, അങ്ങനെ ഒരു മാസത്തോളം ഞങ്ങൾക്ക് ലേബർ റൂമാണ്. ഫൈനൽ ഇയർ വരുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഒറ്റ നോക്കുന്നതാണ് ഈ LR പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. തുടക്കം തന്നെ ഞങ്ങൾക്കത് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പിന്നെ OTയിലേക്ക് പോയി. 12 മണിക്കൂർ ഷിഫ്റ്റാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. ഇടയ്ക്ക് ബ്രേക്കൊക്കെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് വേണ്ടി ഇറങ്ങി. ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിക്കണം, തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നമുക്ക് 1 to 4 തിയറി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് വരണം കേട്ടോ. അതെ, അങ്ങനെ നമുക്ക് 1 to 4 തിയറി ക്ലാസ്സിന് വേണ്ടിയിട്ട് ന്യൂ അനാട്ടമി ലെക്ചർ ഹാളിൽ എല്ലാവരും ഇരിക്കുകയാണ്. ക്യാമ്പസ് ടൂറിൽ തന്നെ ഞങ്ങൾ പറഞ്ഞായിരുന്നു, നമുക്കിവിടെ ഉള്ള അടിപൊളി ഒരു ലെക്ചർ ഹാളാണ് ന്യൂ അനാട്ടമി SC ഒക്കെ വെച്ച്. നമ്മളിപ്പോൾ കുറേ നാളായി എല്ലാവരോടും ഒരുമിച്ചൊന്ന് ഇരുന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എല്ലാവരുടെയും മുഖത്തിങ്ങനെ കാണാം. 3 അവർ തിയറി ഉണ്ടായിരുന്നു, മെഡിസിൻ, OBG, സർജറി. അപ്പം സാറ് വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയം നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. PPT പ്രസൻറ്റേഷൻ വഴിയാണ് ക്ലാസ്സൊക്കെ നടക്കുന്നത്.
ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്ലാസ്സസ് ഒക്കെ അവസാനിച്ചു. ഒരു 3:30 ആയപ്പോഴത്തേക്ക് ക്ലാസ് കഴിഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ മെഡിസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ബുക്ക് സൊസൈറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബുക്ക് സൊസൈറ്റി. അപ്പം ടെക്സ്റ്റ് വാങ്ങാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. എല്ലാവരും ഒരു ക്യൂ ഒക്കെ പാലിച്ച് നിന്ന് ടെക്സ്റ്റൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയത്. ഇതാണ് നമ്മൾ അന്ന് കാണിച്ച കോപ്പറേറ്റീവ് സ്റ്റോർ. ഇടയ്ക്കൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് ബുക്കും പേനയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സ്റ്റോറിൽ നമ്മൾ കയറി. അതിനുശേഷമാണ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയത്. ഉടനെ തന്നെ തിരിച്ച് ലേബർ റൂമിലേക്ക് പോകണമെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഞാനും ഹോസ്റ്റലിലേക്ക് എത്തി. ഡ്രസ്സൊന്നും മാറണ്ട, വെറുതെ ഒന്നിരുന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബ്രേക്കിന് ശേഷം ഞങ്ങൾ പിന്നെയും ലേബർ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചൊന്ന് പഠിച്ചാലോ എന്ന്. അങ്ങനെ തിയറി പാർട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. സോ തുടക്കത്തിൽ ആവേശമാണെന്ന് അറിയത്തില്ല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു എല്ലാവരോടും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതൊക്കെ. സക്സസ്ഫുള്ളി അങ്ങനെ ആദ്യത്തെ ദിവസത്തെ 12 hours ഓഫ് പോസ്റ്റിംഗ് ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആക്കി. അങ്ങനെ എൻ്റെ ഈ ഫസ്റ്റ് ഡേ ഓഫ് ഫൈനൽ റിവ്യൂസ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങളിത് നൈറ്റ് ഷിഫ്റ്റുകാർക്ക് ആ ഒരു ഡ്യൂട്ടി അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. പാർവതിയൊക്കെ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് പാർവിൻ്റെ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങളുടെ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ടൈമിങ് വന്നിട്ട് രാത്രി 8 മുതൽ രാവിലെ 8 മണി. പിന്നെ അത് കഴിഞ്ഞൊരു കോമൺ ക്ലാസ് ഉണ്ടായിരിക്കും എല്ലാവർക്കും കൂടെ. 8 to 9 ഒരു കോമൺ ക്ലാസ് ഉണ്ട്. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾ ഒരു ചാപ്റ്റർ സക്സസ്ഫുള്ളി 2 മണിക്കൂർ എടുത്ത്, ഒരു ചാപ്റ്റർ 2 പേജേ ഉള്ളൂ, എന്നിട്ട് 2 മണിക്കൂർ എടുത്ത് നമ്മൾ പഠിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കോഫി കുടിക്കാൻ പോവാണ്. ഉറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. ഷിഫ്റ്റ് വെച്ചാണ് ഉറങ്ങുന്നത്. നാളെ നോമ്പ് പിടിക്കാനുള്ളവർ ആദ്യം 3:30 വരെ ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ബാക്കിയുള്ളവർ ഇപ്പം ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് വീണ്ടും ഓറ്റിലോട്ട് കയറും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് റിയ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറ. സൂപ്പർ. റിഫ്നയ്ക്ക് പിന്നെ സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. കുഞ്ഞിനെ കയ്യിലൊക്കെ എടുത്ത് അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ നമ്മൾ ചായ കുടിക്കാനായിട്ട് AVTയിലേക്ക് പോവാണ്. ഇവിടെ എങ്ങും ആരുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ 2:45 സമയം. നമ്മളെല്ലാവരും ഉറങ്ങിയിട്ടില്ല. അതെ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത ഷിഫ്റ്റുകാർ മാറിയിട്ട് നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം, പക്ഷെ ഉറങ്ങാൻ സ്ഥലമില്ല. HS റൂമിൽ ഫുൾ ആളാണ്. ബോയ്സിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്, ഉറങ്ങുക. അതെ, ബോയ്സിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവർക്കാകെ 3 ബെഡേ ഉള്ളൂ. കിടപ്പാടില്ലാതെ നമുക്കിന് കുഴപ്പമില്ല, 4 ബെഡുണ്ട്, നമ്മൾ 6 പേര്. ഇവര് 3 ബെഡ് ഇവര് ഷെയർ ചെയ്തൊന്നുമല്ല കിടക്കുന്നത്. 3 പേരിൽ 2 PG, ഒരിടത്ത് HS. ഇവനെ പായിച്ച് വിട്ടോടും അവസ്ഥയാണ്. ഇപ്പൊ നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ട് നമുക്ക്, പക്ഷെ റിയക്ക് ഉറക്കം വരുന്നില്ല. അവള് ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഇങ്ങനെ തോണ്ടി ഓരോ ആൾക്കാരെ സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. കുറെ പേര് അവിടെ ബെഞ്ചമേ കിടന്നുറങ്ങുന്നുണ്ട്. എന്നാലും ഫണ്ണായിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമുക്കൊരു ബോധമില്ലാതെ നമ്മൾ ഉറക്കമൊക്കെ എണീറ്റ് ഇപ്പൊ തിരിച്ച് കോമൺ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. രാവിലെ ചെറുതായിട്ട് പണിയൊക്കെ കിട്ടിയായിരുന്നു. ഇനിയിപ്പം നവ്യൊക്കെ കോമൺ ക്ലാസ്സിന് വന്നിട്ടുണ്ട്, കാണുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴാണ് നമ്മുടെ ഒരു ഡേ കഴിഞ്ഞത്, എൻ്റെ നവ്യയുടെ ഡേ കഴിഞ്ഞത്. ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.